ഹലോ, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഈസ്റ്റർ ആയിട്ട് രാവിലെ ഞങ്ങൾ എവിടെ പോകുന്നതെന്നറിയാമോ? തിയേറ്ററിലേക്ക് ആടുജീവിതം മൂവി കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. കുറേ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാട്ടോ ഈ ഒരു മൂവി കാണാൻ പോകുന്നത്. കാരണം എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് പറയണേ. കാരണം സിനിമ എങ്ങനെയാണെന്നുള്ളതും എന്താണെന്നുള്ളതും എന്നേക്കാൾ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ കെട്ടിയവനാട്ടോ. കാരണം പുള്ളിക്കാരൻ പണ്ട് മുതലേ പറയുന്നുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് കയറണം എന്നൊക്കെയുള്ളത്. പക്ഷേ അങ്ങനെ എനിക്ക് എന്താ ഇത്ര വലിയ സംഭവം എന്നൊക്കെ ഉള്ളതൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടായിട്ട് ഈസ്റ്ററിന് രാവിലെ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ വണ്ടിക്ക് എണ്ണ അടിക്കാനുണ്ടായിരുന്നു. വണ്ടിക്ക് എണ്ണ അടിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടിട്ട് അപ്പോൾ ഞങ്ങൾ 3 പേരുമായിട്ട് പോകുന്നത്. സാറിന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടായിരിക്കുന്നതിന് ഈ പ്രാവശ്യം അവരില്ല. ഭയങ്കര മിസ്സിങ് ആട്ടോ അവരില്ലാത്തതുകൊണ്ട്. കാരണം നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് പോയി. അങ്ങനെ അതുവഴി തന്നെ ഞങ്ങൾ ഫുഡല്ല എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി കയറി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടൈം പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്നാക്സൊക്കെ നേരത്തെ മേടിച്ച് വെച്ചു. മോള് ഫുഡ് കഴിച്ചില്ല, ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചില്ല. എന്തെങ്കിലും മേടിച്ച് ചൂടോടെ കഴിക്കാമെന്ന് വെച്ചപ്പോൾ ഒന്നും രാവിലെ വന്നിട്ടില്ല ബേക്കറിയിൽ. അങ്ങനെ പിന്നെ ഒരു ലേസും മോക്കൊരു ജ്യൂസും ഒരു പാക്കറ്റ് കപ്പ് കേക്ക് ഇതുകൊണ്ട് പിന്നെ നല്ല തണുത്ത വെള്ളവും ഇത്രയും മേടിച്ചു. നേരത്തെ തന്നെ വെച്ചു. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മേടിക്കാൻ പറ്റിയില്ലെങ്കിലോ. അങ്ങനെ നമ്മൾ തിയേറ്റർ എത്തി. അങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. കാരണം അത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷോയും കൂടിയല്ലേ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കറക്റ്റ് 10:30 എത്തി കേട്ടോ. 11 മണിക്കുള്ള ഷോ ആയിരുന്നു. അങ്ങനെ ഞാൻ കയറി സീറ്റൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുറേ ഫ്രണ്ടിലായിരുന്നു കിട്ടിയത്. എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ടിലല്ല, എങ്കിൽ സെൻറ്ററിലോട്ടോ. അപ്പം അവിടെ കിട്ടിയത് ബുക്ക് ചെയ്തപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി നമ്മുടെ സീറ്റ് അവിടെയാണ്, നമുക്ക് ഇതിലേക്കൂടെ പോകാം, വഴിയിലേക്കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ പോയി ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. കാരണം പപ്സും വെള്ളവും മേടിച്ചുകൊണ്ട്, കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഏട്ടൻ പോയി പപ്സും വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട്, അപ്പോൾ എനിക്കും അമ്മയ്ക്കും മേടിച്ചുകൊണ്ട് തന്ന് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നിലമോള് ഭയങ്കര വഴക്കൊക്കെ ഇറങ്ങി നടക്കണം. അപ്പോൾ അമ്മ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ ഇരുത്തിയൊക്കെ കേട്ടോ. പ്രേതമുണ്ട്, ഇതാണ് അടങ്ങിയിരിക്കണം, ലൈറ്റ് ഓഫ് ചെയ്താൽ നിന്നെ വന്ന് പിടിക്കും എന്നൊക്കെ. അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തു. സിനിമ തുടങ്ങി പകുതി ആയപ്പോൾ തന്നെ നിലമോളം നല്ല ഉറക്കമായി. അതുകൊണ്ട് സമാധാനമായിട്ട് സിനിമ കാണാൻ പറ്റി. അതിന് ബ്രേക്ക് ആയപ്പോഴത്തേക്കും കോഫിയും പോപ്കോണൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞു. പിന്നെ സിനിമ കണ്ട് കഴിഞ്ഞു. കാരണം കൂടുതൽ റിവ്യൂയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, ആകെ സീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ഫയൽവാനിൽ പോയായിരുന്നു കൊല്ലത്ത്. കുറേ ഫേമസ് ആയ ഹോട്ടലാണ്. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഓർഡറൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയി ഏട്ടൻ ഗോലിസോഡയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടോ. ഈ പൊട്ടുന്ന കുപ്പിയിൽ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കുടിക്കുന്നത്. 3 ഫ്ലേവറായിട്ടുള്ള ഗോലിസോഡയായിട്ടോ മേടിച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കുള്ള ബിരിയാണി വന്നു. ആദ്യം പറഞ്ഞ് ഇവർ ബിരിയാണി തീർന്നു ഇല്ലയെന്ന്, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ അമ്മയും ഏട്ടനും സാധാ ഊണായിട്ടോ മേടിച്ചത്. അവർക്ക് ഊണ് മതിയെന്ന് പറഞ്ഞു. ഞാൻ ബിരിയാണി മേടിച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഫയൽവാനിലെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഭയങ്കര ഫേമസ് ആട്ടോ. അങ്ങനെ അവർക്കുള്ള ഊണും എത്തി കേട്ടോ. അമ്മയ്ക്കും ഏട്ടനുള്ള ഫുഡ് എത്തി. അമ്മയ്ക്ക് ഇവിടുത്തെ ഊണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അമ്മ പറയും ഞാൻ ഫയൽവാനി വരുന്നുണ്ടെങ്കിൽ ഞാൻ ചോറും മീൻകറിയും കഴിക്കാനേ ഞാൻ വരത്തുള്ളൂ, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറയും. ഇതിനിടയ്ക്കൂടെ ഒരു ചതി നടക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവുകയെ. ഏട്ടൻ കഴിക്കുന്ന കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഉരുള വാരുത്താന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വാരുത്തന്നെ. കണ്ടോ, എൻ്റെ ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് അങ്ങേറെ ചോറ് ഞാൻ കഴിക്കേണ്ട അവസ്ഥയായി കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് കഴിച്ച് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടാട്ടോ വിട്ടത്. പോകുന്ന വഴി തന്നെ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ കയറിയായിരുന്നു. 2-3 തണ്ണിമത്തനും പിന്നെ എൻ്റെ ഫേവറേറ്റ് ഷമാമൊക്കെ മേടിച്ചു. അപ്പോൾ ഏട്ടൻ എടുത്തപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞു അത് കൊള്ളത്തില്ല, നല്ലത് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ നല്ലതൊക്കെ ഒരെണ്ണം എടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.